T-minus 15. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Ignition and liftoff. Go Falcon, go GSAT 20. Vehicles pitching downrange. Stage 1, chamber pressure nominal. നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയർ ടോപ്പിക് GSAT 20 അഥവാ GSAT N2 ആണ്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT 20 2024 നവംബർ 19 അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിലെ ലോഞ്ചിംഗ് സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ 12:01 വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യ ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് ഇത്. ഈ സാറ്റലൈറ്റ് വഴി ഇന്ത്യയിലെ ഇന്റർനെറ്റ് സേവനം പരിമിതമായ പ്രദേശങ്ങളിലും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് ഐലൻഡ്സ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും അതുകൂടാതെ ഇന്ത്യൻ പരിധിയിലെ ആകാശ സമുദ്ര പ്രദേശങ്ങളിലും സെക്കൻഡിൽ 48 ഗിഗാബൈറ്റ് വരെ വേഗമുള്ള ഇന്റർനെറ്റ് സൗകര്യം ഈ ഉപഗ്രഹത്തിലൂടെ ലഭ്യമാകും. പറക്കുന്ന വിമാനത്തിലും ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന സവിശേഷത. GSAT 20 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് ഫാൽക്കൺ 9. ISROയുടെ കൊമേഴ്ഷ്യൽ വിങ് ആയ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് GSAT 20 നിർമ്മിച്ചത്. 4700 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം. ഇത്രയധികം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള റോക്കറ്റുകൾ ഇന്ത്യക്കില്ല. അതിനാലാണ് സ്പേസ് എക്സിന്റെ സഹായം തേടിയത്. ISROയുടെ ഏറ്റവും ശക്തിയുള്ള വിക്ഷേപണ വാഹനമായ LVM-3ക്ക് ഉയർത്താൻ കഴിയുന്ന ഭാരം ഏകദേശം 4000 തുടങ്ങി 4100 കിലോഗ്രാം വരെയാണ്. ഇനി നമുക്ക് ഫാൽക്കൺ 9ന്റെ വിശേഷങ്ങൾ നോക്കാം. അമേരിക്കൻ ബിസിനസ്സുകാരനായ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന കമ്പനിയാണ് ഫാൽക്കൺ 9 നിർമ്മിച്ചത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പാർഷ്യലി റീയൂസബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ഇതിന്റെ പല ഭാഗങ്ങളും വീണ്ടും പുനരുപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഇതുമൂലം ഒരു റോക്കറ്റ് തന്നെ പലതവണ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ ബഹിരാകാശ വിക്ഷേപണങ്ങളുടെ ചെലവ് വലിയ തോതിൽ കുറയ്ക്കാനാവും എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഫാൽക്കൺ 9ന്റെ 396ാമത്തെ ലോഞ്ചിങ് ആണ് GSAT 20. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം GSAT 20 പ്രവർത്തനക്ഷമമാകുമെന്നാണ് ISRO ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. ഇതാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്. വീണ്ടും അടുത്തൊരു കണ്ടന്റുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from team Amazing Academics.